പഴയചൊവ്വ എളയാവൂർ റോഡ് തോടായി മാറി. വെള്ളം കയറിയ വീടുകളിൽ നിന്നും ആളുകളെ ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റി. ഈ ആളുകളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. പിന്നെ ഫയർഫോഴ്സ് ഒക്കെ വന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു. ഇപ്പൊ ഈ വീടുകളിലൊക്കെ ആളുകളുണ്ടോ? ഇല്ല, ഇവിടെയൊന്നുമില്ല, ഈ ഒരു ഏരിയയിലൊന്നുമില്ല. പിന്നെ കുറച്ച് പേര് ഉണ്ടെന്ന് തോന്നുന്നു. മുകളിലെ വീടിന്റെ മുകളിൽ ടെറസിന്റെ മുകളിലേക്ക് മാറി. വീട്ടുകാർക്ക് ബാക്കിയുള്ള പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളം കയറിയാണ്, അങ്ങനെയാണ് അവസ്ഥ. ഇത് 16 വർഷം മുന്നേ ഉള്ള വെള്ളമാണ് ഇപ്പം കാണുന്നത്. 16 വർഷം ഇതിലും രൂക്ഷമായി വെള്ളം വന്നിരുന്നു. ഇന്നലെ വീട്ടിൽ നമ്മള് കുടുംബമെല്ലാം തറവാട്ടിലേക്ക് പോയി. ഇന്നലെ ഷിഫ്റ്റ് ചെയ്ത് രാവിലെ 7 മണിക്ക്. വീട്ടിൽ വെള്ളമായിരുന്നു. വീട്ടിലെ വെള്ളം പിന്നെ നമ്മുടെ വീട്ടില് എൻ്റെ ഭാര്യൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ വേഗം വെള്ളം കയറും. അതിശക്തമായ മഴയാണ് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ നഗരത്തിലടക്കം ലഭിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യം കണ്ടാൽ നമുക്ക് തോന്നും ഒരു പുഴയാണ്, ശക്തിയെ ഒഴുകുന്ന ഒരു പുഴയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു പുഴയല്ല, ഇതൊരു തോടിനോട് ചേർന്നൊരു സ്ഥലമാണ്. നേരത്തെ വയലൊക്കെ ആയിരുന്നു, ആ പ്രദേശമാണ്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും മഴ മാറുന്നത് വലിയ ആശ്വാസകരമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതല്ല സ്ഥിതി. അതിശക്തമായ മഴയാണ് എല്ലായിടങ്ങളിലും ലഭിക്കുന്നത് എന്നതാണ്. നഗരത്തിന്റെ പലയിടങ്ങളിലും സമാന അവസ്ഥയാണ്. ടൗണിനോട് ചേർന്ന് മണൽ മേഖല പൂർണ്ണമായി വെള്ളത്തിനടിയിലാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറി. ചില കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ബാക്കിയുള്ളവർ ബന്ധുവീടുകളിലേക്ക് മാറി. തളിപ്പറമ്പ് ഇരിട്ടി ദേശീയപാതയിൽ ഇരിക്കൂറിൽ മണ്ണിടിഞ്ഞു. പുലർച്ചെയായതിനാൽ വൻ അപകടം ഒഴിവായി. ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.